ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് IPL, ഇന്ത്യൻ പ്രീമിയർ ലീഗ്. അങ്ങനെ 18 വർഷങ്ങൾ കാത്തിരുന്ന് ചെറുക്കൻ കപ്പ് നോക്കിയിരിക്കുകയാണ് വിരാട് കോഹ്ലി. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടോ, ഈ ലെജൻസിന് ലാസ്റ്റ് കൊടുക്കുള്ളൂ, കുറച്ച് സമയം എടുക്കും. കാരണം ആദ്യമേ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇത് നേടണം എന്നുള്ളൊരു വൈബ് ഉണ്ടാവില്ല, നമുക്ക് ആ കളി ആസ്വദിക്കാൻ പറ്റില്ല. അവർ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങ് പോകും, അത്രേ ഉള്ളൂ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ബാക്കി എല്ലാം തികച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, ഇതും കൂടി ഉണ്ടായിരുന്നുള്ളൂ കിട്ടാൻ. ഇതിന്റെ ഒരു കുറവുണ്ടായിരുന്നു, അതങ്ങ് കിട്ടി. അതുമായി എന്തായാലും 18 വർഷം വലിയൊരു കാലയളവ് തന്നെയാ കേട്ടോ, ചില്ലറ കാര്യമല്ല. അതായത് സത്യത്തില് ആരൊക്കെ കപ്പടിച്ചാലും ബാംഗ്ലൂർ കപ്പടിക്കും എന്നുള്ളത് ആരും വിശ്വസിക്കുന്നില്ല, ബാംഗ്ലൂർ ഫാൻസ് വഴി കേട്ടോ. ബാക്കിയുള്ള എല്ലാവരും വെറും കളിയാക്കാനായിട്ട് മാത്രം നിൽക്കുന്നതാണ്. ബാംഗ്ലൂരോ, നീ ഒരു ബാംഗ്ലൂർ ഫാനാ? എങ്ങനെ എപ്പടി ഡ്രാഗൺ സിനിമയിൽ ആ സീൻ ഓർമ്മ വരുന്നു. ബാംഗ്ലൂർ ഫാൻസ് എപ്പടി തോറ്റിട്ടിരുന്ന മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്തായാലും തോൽവിയിലും കൂടെ നിന്ന് ആ ഫാൻസിനുള്ളതാണ്ടത്. ശരിക്കും RCB ഫാൻസ് ഭയങ്കരം തന്നെ കേട്ടോ, അവരെ സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഒരു ചാഞ്ചാട്ടം ഇല്ലാണ്ട് അവിടെ എത്ര കളി, എല്ലാ ലീഗ് തുടങ്ങുമ്പോഴും വൻ വരവ് വരും, വമ്പൻ ടീമായിരിക്കും. പക്ഷെ പോണ പോക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടൂര പോക്കൊക്കെ പോകും ചില സമയത്ത്, ലാസ്റ്റ് കൊണ്ടുപോയി ഒട്ടക്കും ആയിരുന്നു. എന്നാൽ ഇതിലങ്ങനെയല്ല. ഇത് ഈ സീസണിൽ തുടക്കം മുതൽ അവസാനം വരെ കപ്പ് പൊക്കുന്നത് വരെ തികച്ചും ഇത് RCBയുടെ IPL ആണ്. സത്യമായിട്ടോ. പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടി 2-3 ടീമുകളൊക്കെ എരച്ചു കയറി വന്നായിരുന്നു. അപ്പം പ്രതീക്ഷകൾ കുറെ കൂടിയായിരുന്നു. എന്നാൽ പോലും മുംബൈ ഇന്ത്യൻസ് ഫാൻസ് ആണ്, അത് പക്ക കേട്ടോ. അതിപ്പോഴും അന്നും ഇന്നും എന്നും മുംബൈ ഇന്ത്യൻസ് തന്നെയാണ്. ഇന്നലെ ഞങ്ങളായിരുന്നെങ്കിൽ തരൂലായിരുന്നു, കോഹ്ലിക്ക് സ്വപ്നമായിരുന്നു. അതെ, അത് നിങ്ങൾ വെറുതെ ആഗ്രഹിക്കൽ മാത്രമായി പോയി. എന്തായാലും കോഹ്ലി നേടിയതിൽ ഭയങ്കര സന്തോഷം. കാരണം ലാസ്റ്റ് ഘട്ടമാണ്, അതെ, അവസാന ഘട്ടമാണല്ലോ. എനിക്കിത് അർജന്റീനന്റെ വിജയമായിട്ട് ഭയങ്കരമായിട്ട് സാമ്യം തോന്നുന്നു. കുറേ കാത്തിരുന്ന്, അതായത് ഒരു കപ്പ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് എതിരാളികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. അർജന്റീനയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. അതായത് നമ്മളിങ്ങനെ ആഘോഷിക്കുമ്പോൾ എന്തിന് ഇതൊക്കെ എന്തിന് എന്നുള്ള ചിന്തയായിരുന്നു. അതേ സാധനം തന്നെയായിരുന്നു RCBയുടെ കാര്യത്തിലും. സത്യം. എന്നിട്ട് അത് നേടിയെടുക്കുമ്പോൾ ശരിക്കും ഇത് ഫാൻസിന് എന്തോരം ത്രില്ലായിരിക്കും ഉള്ളിൽ എന്നുള്ളതാണ്. അത് ഇന്നലെ ആഘോഷം തന്നെയല്ലായിരുന്നു മൊത്തത്തിൽ. ഇന്ന് വൻ പരിപാടിയാണ് അവിടെ ബാംഗ്ലൂർ. 3:30 മുതൽ ടീമിനെ സ്വീകരിക്കുന്ന പരിപാടികൾ തുടങ്ങുകയാണ്. ഇത് മാത്രമല്ല, ഈ അർജന്റീനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ശരിക്കും RCB ഫാൻസും അർജന്റീന ഫാൻസും ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ്. എത്ര തെറിയ കേട്ടാലും ഇല്ല മാറൂല മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീംസാ കൂടെ നിന്ന്. അതാണ്, അതും മഹാഹങ്കാരികളായിട്ടുള്ള മുംബൈ ഇന്ത്യൻസിന്റെ ഫാൻസ് അപ്പുറത്ത്, മഹാഹങ്കാരികളായിട്ടുള്ള ചെന്നൈ ഫാൻസ് അപ്പുറത്ത്. ഈ രണ്ട് ടീമിനെയും എതിരിട്ട് വേണം നിൽക്കാൻ. അതും ഒരു കപ്പ് പോലും ഇല്ലാത്ത ഫാൻസ്. രണ്ടാമത്തെ പ്രാവശ്യം ഫൈനലിൽ കയറുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം ഫൈനലിൽ കയറി രണ്ടാമത് കപ്പ് എടുത്തു. എന്താണെങ്കിലും ഗംഭീരം, സന്തോഷം. അതെ, അതായത് ഇപ്പോൾ ഒരുപാട് ലെജൻസ് ഉണ്ട് ഈ ഒരു കാലഘട്ടത്തിലെ ലെജൻസ് കേട്ടോ. അതിൽ രോഹിത് ശർമ്മ ഉണ്ട്, ധോണി ഉണ്ട്, അങ്ങനെ കുറേ കോഹ്ലി ഉണ്ട്. അല്ല, അങ്ങനെ കുറേ ആൾക്കാർ പറയുമ്പോൾ അതിൽ IPL ഇല്ലാതെ കോഹ്ലി മാറി. അതൊരു സത്യം. ഇപ്പോൾ ആ ലിസ്റ്റിലേക്ക് കോഹ്ലി കൂടി വന്നു, ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി വരും തലമുറയ്ക്ക് അടുത്ത ആളാരാന്നൊക്കെ നോക്കാം. അതായത് ഇനി കപ്പെടുക്കേണ്ടത്. എന്തായാലും എതിരെ കളിച്ച, അതായത് തോറ്റെങ്കിലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് പഞ്ചാബ് കാഴ്ചവെച്ചു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. പഞ്ചാബ് ഒരു രക്ഷയില്ല കേട്ടോ, ഗംഭീരമായിട്ട് കളിച്ചു. ഒന്ന് പാളിയത് ഒരു 3-4 വിക്കറ്റൊക്കെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഒന്നങ്ങ് ഡൗൺ ആയിപ്പോയി. ആ ഡൗൺ ആണ് അവർക്ക് കുറച്ച് പണി കിട്ടിയത്. ഇല്ലെങ്കിൽ ശരിക്കും ഒന്നും കൂടി വേർക്കേണ്ടി വന്നേനെ. അത്ര ഗംഭീരമായിരുന്നു. അതെ, ആ ലാസ്റ്റ് ഓവറിൽ തന്നെ ആ ഫസ്റ്റത്തെ ബോൾ, ഒരു ഫുൾ ടോസ് ബോൾ വന്നത് അത് മിസ്സായപ്പോഴേ ഉറപ്പിച്ച്. അതും കൂടി 6 ആയിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇപ്പൊ കരണ്ടി വന്നേന്. എന്തായാലും കരഞ്ഞു കോഹ്ലി, ഭയങ്കരമായിട്ട് ഉള്ളറിഞ്ഞ് കരഞ്ഞു. പിന്നെ ഭയങ്കര രസമുള്ള മൊമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB ഡിവില്ലിയേഴ്സും
കോഹ്ലിയും ഇത് ആഘോഷിക്കുന്ന രീതി, പിന്നെ ഗെയിലുണ്ട്. ശരിക്കും അന്നത്തെ അന്ന് തുടങ്ങി വെച്ച പോരാട്ടം അത്. RCBയിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന ആളാണ് ഗെയില്. ഗെയിലൊക്കെ ശരിക്കും അങ്ങോട്ട് ഇന്നലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ കോഹ്ലിയുടെ കാര്യത്തിലേ പലരും പല ടീമിൽ കളിച്ചിട്ടുണ്ട്, പക്ഷെ കോഹ്ലി ഇത് മാറാതെ ബാംഗ്ലൂരിന് വേണ്ടി അതൊരു സത്യം വേർപ്പൊഴിക്കിയ ആളാണ്. അല്ല, രോഹിത് ശർമ്മയും അതേപോലെ അല്ലേ മുംബൈ ഡെക്കാൻ കളിച്ചിട്ടുണ്ട്, ഡെക്കാൻ ചാർജേഴ്സ് കളിച്ചിട്ടുണ്ട്. ശരിയാ. അതിന് ശേഷമാണ് മുംബൈ ഇന്ത്യൻസിലേക്ക് വരുന്നത്. എല്ലാവരും മാറിയുണ്ട് ഏതാണ്ട്. അതെ, എന്തായാലും കൂടെ നിന്ന് കൊടുത്തതിനുള്ള ശരിക്കും, അതായത് എപ്പോൾ മാറായിരുന്നു കോഹ്ലിക്ക്, വലിയ ടീമിലേക്ക് എപ്പോൾ പോകായിരുന്നു, എന്താണെങ്കിലും അതൊന്നും ഇല്ലാതെ കൂടെ നിന്ന്, അതായത് ഒന്നുമില്ലായ്മ എന്ന് തോന്നുന്നിടത്ത് ഈ ഒരു ടീം കപ്പടിക്കില്ല എന്ന് തോന്നുന്നിടത്ത് ആ ടീമിനെ വെച്ച് തന്നെ കപ്പടിക്കുക പറഞ്ഞാൽ അതൊരു മാസം തന്നെയാണ്. ശരിക്കും RCB ശരിക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ RCB വരുന്നു, IPL തുടങ്ങുന്നു, RCB വൺ ടീം, വാവ് സൂപ്പർ, കുറച്ച് കഴിയുമ്പോൾ തന്നെ ഔട്ടായിട്ടുണ്ടാവും. നമുക്കറിയാലോ ഇപ്രാവശ്യം അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാരും കരുതിയിരുന്നത്. പക്ഷെ കളി തുടക്കം മുതലേ ഗംഭീരമായിട്ട് കളിച്ചിട്ടുണ്ട്. ശരിക്കും അതൊരു കാട്ടുതീയായി അങ്ങ് പടർന്നു, എല്ലാം ചാമ്പലായി. പോലും അതെ, ഇപ്പോഴാണ് ശരിക്ക് KGF-ഉം അല്ലേ എല്ലാം കറക്റ്റ് ആയിട്ട് വന്നത്. KGF 1 ഉം 2 ബാംഗ്ലൂർ എല്ലാ മാസവും ഒരുമിച്ച് ബാംഗ്ലൂർ എന്താണെന്നുള്ളത് തെളിയിച്ചു കൊടുത്തു. ശരിക്കും നമ്മ സാല കപ്പ് എന്ന് പറഞ്ഞു നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നൊരു വാചകമായിരുന്നത് ഈ സാല കപ്പ് നമ്മുടെ എന്ന് പറഞ്ഞത്. അത് ഈ ലേറ്റസ്റ്റ് ഇതാ ജയിച്ചു പോകുമ്പോ പോലും അവരെ കളിയാക്കാൻ യൂസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു നമ്മള്. അത് ശരിക്കും ലാസ്റ്റ് അങ്ങ് ഉപയോഗിച്ചു. അതെ ആ വാക്ക് ശരിക്കും ആ ക്യാപ്റ്റൻ അത് ലാസ്റ്റ് വിളിച്ചു പറയുമ്പോഴേ അതെ മാസാണ് സത്യം. അയ്യോ, നമ്മളിങ്ങനെ കാത്തിരിക്കുക ഇതായിരിക്കും പറയാൻ പോകുന്നത്. അത് തന്നെ പറഞ്ഞു. അത് കാരണം അത്രയും മൂക്ക് കിട്ടിയ വാക്ക് വേറെ ഉണ്ടാവൂല. അതുകൊണ്ടാണ് അതാ തിരിച്ചു പറയാന്ന് പറയുമ്പോ അത് കൊല മാസാണ്. ഞാൻ ഒരു RCB ഫാനിനെ നോക്കുകയാണ്. ഒരു ഗേൾ ഉണ്ടല്ലോ, ഒരു പെണ്ണ്, അതായത് ആള് ചെന്നൈന്റെ കൂടെ നിൽക്കേണ്ട ആളാ ശരിക്കും, പക്ഷെ RCB ഫാനാ ആദ്യം മുതലേ. ഭയങ്കര വൈറലായിരുന്ന ഒരു ഫാൻ ഗേളാണ്. ആ ആളൊക്കെ ഇപ്പൊ എത്ര വലിയ സന്തോഷത്തിലായിരിക്കും. സത്യമായിട്ടും അറമാദിക്കും. അതെ, എല്ലാരും ആഘോഷിക്കട്ടെ. അപ്പൊ എന്തായാലും 18 വർഷങ്ങൾക്ക് ശേഷം കപ്പടിച്ച വിരാട് കോഹ്ലിക്കും RCBക്കും എല്ലാവിധ ആശംസകളും. കൺഗ്രാറ്റ്സ് ടീം, നിങ്ങളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം തന്നെയാണ് വിജയത്തിന് കാരണം. അപ്പൊ എന്താണെങ്കിലും ഇനി അടുത്ത IPL അതെ നമുക്ക് കാണാം. മുംബൈയോട് മുട്ടാൻ വരൂ അല്ലേ? പിന്നെ നമ്മുടെ അഹങ്കാരം നമ്മൾ എന്തായാലും കാണാം. അത് നമ്മള് ചത്ത് കിടന്നാലും അഹങ്കാരം ഞങ്ങൾ കളയും. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾക്ക് ഒരു പക്ഷം മാത്രം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ്. അതെ, അർജന്റീനയുടെ കാര്യത്തിലും മെസ്സിയുടെ കാര്യത്തിലൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇത് ഇന്നലെ ശരിക്കും മുംബൈ ഇന്ത്യൻസുമായിട്ട് കളിയെങ്കില് ഇതൊന്നും ആയിരിക്കൂല. അവിടെ തോറ്റിരുന്നെങ്കിൽ മുംബൈ ഞങ്ങളോട് ഇരുന്ന് കരയുന്നത് അത് നിങ്ങൾക്ക് കാണായിരുന്നു. ഞാൻ അപ്പോഴേ ഉറപ്പിച്ചതാ ഇത് ബാംഗ്ലൂരിനാണ്. ഏത് സെമിയില്, അതായത് പഞ്ചാബിനോട് മുംബൈ തോറ്റപ്പോ ഇത് അതിനുള്ളതാണ്. അങ്ങനെയാണ് ആ ഇത് പോയത്. ശരിക്കും അതായത് കളി തുടങ്ങി കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പഞ്ചാബ് കേറുന്ന ഒരു കേറ്റ് ഫസ്റ്റത്തെ ഒരു ടൈമിലൊക്കെ നല്ല അടിയും. അപ്പം പ്രതീക്ഷിച്ച പഞ്ചാബ് കേറുവോ. ഞാന് ബാംഗ്ലൂരിന്റെ ബാറ്റിങ് നടന്ന സമയത്തെ കോഹ്ലി ഇങ്ങനെ മുട്ടി കളിക്കും. ആൾക്ക് ഭയങ്കര പ്രഷറുള്ള ഒരാളാണ്. ചില സമയത്ത് എങ്ങനെ ഇത് ഇനി അവസാനമാണ്, എൻ്റെ ചുമരിലാണ് എല്ലാം എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്ന സമയത്ത് ഇതൊരു വലിയ പ്രശ്നമാണ്. ആൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, പക്ഷെ ഓടിയെടുക്കുള്ളൂ. 6ഉം 4ഉം കുറയും. അത് 2020 അത് ഭയങ്കര പ്രശ്നമാണ്. അതാണ് വിഷയം. അത് ആ സമയത്ത് ഞാൻ കരുതി പഞ്ചാബ് മിക്കവാറും സിമ്പിളായിട്ട് ജയിക്കുന്നു. പിന്നെ ലാസ്റ്റ് അവർ വന്നിട്ട് അങ്ങ് അടിച്ചില്ലേ ഷെപ്പേർഡും മറ്റവരൊക്കെ, അപ്പൊ പൊളിച്ച്. എന്താണെങ്കിലും ഭാഗ്യം അത് ഇന്നലെ ബാംഗ്ലൂരിന്റെ കൂടെ തന്നെയായിരുന്നു. അങ്ങനെ ചെറുതാക്കിയതല്ല, ഭാഗ്യം എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? പിന്നല്ലാതെ. അല്ലെങ്കിൽ ആ ലാസ്റ്റ് ഓവർ എന്തായിരിക്കും അവസ്ഥ? 18 വർഷം വരെ കാത്തിരിക്കേണ്ടി വരില്ല. അതും ഭാഗ്യമല്ലേ? തീർച്ചയായിട്ടും നേരത്തെ എപ്പോഴേ കിട്ടേണ്ടതായിരുന്നു. അപ്പം ഭാഗ്യവും കളിയും എല്ലാം ഒരുമിച്ച് വരണം, അപ്പോഴേ അതിന്റെ ഇതുണ്ടാവുള്ളൂ. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ഇപ്രാവശ്യം കൂടുതലായിട്ട് വന്നിട്ടുണ്ട് തോന്നുന്നു. അതായത് വിരാട് കോഹ്ലി കപ്പ് അടിക്കട്ടെ. അത് പ്രാർത്ഥിക്കാത്ത ഞങ്ങൾ അഹങ്കാരികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മുംബൈ ഇന്ത്യൻസ്
ചെന്നൈ ഫാൻസും ഉണ്ടാവും. ചെന്നൈ ഫാൻസാണ് ഏറ്റവും വലിയ അഹങ്കാരികൾ. അതിനുശേഷം നമ്മൾ വരുള്ളൂ. ചെന്നൈ ഫാൻസ് ഇന്നലെ നമ്മുടെ കൂടെ കുറച്ച് ചെക്കന്മാരുണ്ടായിരുന്നു കളി കാണാനായിട്ട്. അപ്പൊ ഒക്കെ മിണ്ടാണ്ടിരിക്കുക. ജയിക്കുകയാണെങ്കിൽ ജയിച്ചോട്ടെ, തോക്കുകയാണെങ്കിൽ തോറ്റ ആ അവസ്ഥയിലാ. അതാണ്. എന്തായാലും ഞങ്ങളെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിച്ചതിനും RCB ഫാൻസിന് സന്തോഷിക്കാം. ഞങ്ങൾ വേദനിക്കുന്നുണ്ട്, നിങ്ങൾ ആ വേദന ആഘോഷിക്കുക. ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അതല്ലേലും ഒന്ന് അങ്ങനെയല്ലേ, ഒന്ന് ചത്താലേ ഒന്ന് വളാവുള്ളൂ എന്ന് പറയില്ല, അത്രേ ഉള്ളൂ. അതായത് നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ വളായിട്ടുണ്ട്. എൻജോയ് ചെയ്യാം, ഹാപ്പി ആകാം. അടുത്ത വർഷം ഇതും ചോദിച്ചോണ്ട് വരരുത്. എതിരാളികളുടെ മുമ്പിൽ നിന്ന് കൊഞ്ഞനം കുത്തുക. നിങ്ങളത് കണ്ട് അവരുടെ കണ്ണുനീര് കണ്ടിട്ട് അതില് ചിരിക്കുക. കിട്ടുമ്പോ എൻജോയ് ചെയ്തോ. നിങ്ങളുടെ ദിവസമാണത്. അതാ ഞാൻ പറഞ്ഞ അടുത്ത വർഷം ഇനി ഈ കപ്പും ചോദിച്ചു വരരുതെന്ന്. അടുത്ത വർഷം അത് നമ്മളോടും കൂടിയാ. തെറ്റാണ്. നമ്മളും അങ്ങനെ തന്നെ, നമ്മളാണ് ചെല്ലുന്നത്. തരണം പറഞ്ഞിട്ട്. അടുത്ത വർഷം നമ്മൾ ചെന്ന് ചോദിച്ച് വാങ്ങണം. നമ്മൾ ചോദിച്ചു വാങ്ങണം, നമ്മൾ അടിച്ചു വാങ്ങണം. പക്ഷെ തരുമില്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് ആഘോഷിക്കാം. ഒരു ശക്തനായ ഒരു പോരാളിയും കൂടി ആയി. RCB ഞങ്ങൾ അല്ലെങ്കിൽ സാധാരണ കണക്കിലെടുക്കാറില്ല. ശക്തരായിരുന്നു, പക്ഷേ നിർഭാഗ്യം ഭയങ്കരമായിരുന്നു. അതെ, ശക്തരായിരുന്നു. പക്ഷെ മറ്റ് എതിരാളികൾക്ക്, മറ്റു ടീമിന് ദാനം ചെയ്യുന്ന ഒരു ടീമായിരുന്നു. അത് ഇപ്രാവശ്യം ചെന്നൈ ചെയ്തു. എല്ലാവർക്കും വാരിക്കോരി കൊടുത്തു. എന്താണെങ്കിലും ഗംഭീരമാവട്ടെ. അതെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. നിങ്ങൾക്ക് ഇതിൽ കമന്റ് കേട്ടോ, നിങ്ങളുടെ കരച്ചിൽ ഞങ്ങൾക്ക് അനുഭവിക്കാം. എന്തല്ലേ ആ വേദന കാണുന്നത് ഞങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതല്ല, വീഡിയോ കണ്ട് നിങ്ങളുടെ മോൻ കാണുമ്പോ തന്നെ നിങ്ങൾ അത്ര വിഷമത്തിലാണ് നിങ്ങൾ ഈ പറയണെന്നുള്ളത്. സത്യമാണ്, നല്ല വിഷമത്തിലാണ്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. അതാണ് നിങ്ങളുടെ വിജയം. അതാണ് ഇങ്ങനെയുള്ള വിജയങ്ങളിൽ ഏറ്റവും ആഘോഷിക്കാൻ കിട്ടുന്ന അതാണ്. ഈ വേദനയില്ലേ, ഞങ്ങളുടെ ഈ വേദന കാണുമ്പോ സന്തോഷിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതാണ് ആഘോഷം. കാരണം 18 വർഷം നിങ്ങൾ കളിയാക്കിയവരും പറഞ്ഞവരും ഇരുന്ന് ഇങ്ങനെ ഒരു രക്ഷയില്ലാണ്ട് ആ ടീമിനെ തന്നെ പുകഴ്ത്തി പറയുമ്പോ അതെ സഹിക്കാൻ പറ്റാതെ സ്റ്റോറി ഇടുന്നു. സത്യം. അതായത് ഇതൊന്നും മനസ്സുകൊണ്ട് സന്തോഷം കൊണ്ടല്ല, വളരെ കൂളായിട്ട് ആഹാ ചെറുക്കനെ അടിച്ചല്ലോ എന്ന് സന്തോഷിച്ച് അങ്ങ് ഇത് ചെയ്തിട്ടല്ല. നമ്മളൊരു നീതിയാണത്. അതുകൊണ്ട് മാത്രം ഒരു എന്താ പറയാ, ഒരു മാന്യത. അതുകൊണ്ട് മാത്രം നമ്മളത് ചെയ്തു കൊടുക്കുന്നുള്ളൂ. വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹൃദയം പൊട്ടി ചോര ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഞ്ചാബ് മറ്റേ മുംബൈനെ തോപ്പിച്ചപ്പോഴേ അങ്ങനെയായിരുന്നു. അന്ന് പൊട്ടിക്കരയാൻ തുടങ്ങിയതാ. ഇന്നലെ കൂടെ കരച്ചിട്ട് അന്ന് ഒന്ന് കൂടി എന്ന് മാത്രം. നിങ്ങളൊന്ന് ഒരു കാര്യം ചിന്തിക്കണം. അതായത് ഓരോ ടീമിന്റെ തോൽവിയിലും ആ ടീം ഭയങ്കരമായിട്ട് വേദനിക്കും, കരയും. ഇപ്പം മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വേദനിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ളത് നിങ്ങളുടെ ടീമല്ലാത്ത മറ്റെല്ലാ ടീമിൻ്റെയും കരച്ചിൽ ഒരുമിച്ച് ആഘോഷിക്കാൻ കിട്ടും. അത് ശരിക്കും അനുഭവിക്കാൻ പറ്റുകയാണ്. ഭാഗ്യമാണ് അതൊക്കെ. അപ്പം RCB ഫാൻസ് എൻജോയ് ചെയ്യാ. ഇനി നമുക്ക് അടുത്ത വർഷം പിടിക്കാം. അപ്പം നമുക്ക് കാണണം ഇനി. അല്ല പിന്നെ